ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് എനിക്കിന്ന് 2 വെജിറ്റേറിയൻ ഊണിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. നേരത്തെ വാങ്ങിച്ചൊരു തന്നെ. അപ്പോൾ രാവിലെ അങ്ങ് മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നിന്നില്ല. കാരണം 1 മണിയാകുമ്പം എനിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒറ്റയ്ക്കല്ല ഉള്ളു. അപ്പം അതുകൊണ്ട് രാവിലെ അങ്ങ് പരിപാടി തുടങ്ങണം. ഞാൻ രാവിലെ അങ്ങ് മാഗി ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഞാനൊരു സാധാരണ എന്നും ഞാൻ ചെയ്യുന്നത് പോലല്ല, ഒരു മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രൈ ചെയ്യാനാണ് ഇരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട്, പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർത്തിട്ട് അതൊന്ന് ഇച്ചിരി ക്രിസ്പിനെസ് ആവാൻ വേണ്ടി ഞാൻ ഇച്ചിരി കോൺഫ്ലോർ ചേർത്തായിരുന്നു, അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ കോൺഫ്ലോർ ഒത്തിരി ഒന്നും ചേർത്തില്ല, ഒരു ഇച്ചിരി ചേർത്ത്. അതുകൊണ്ട് അങ്ങ് ഒത്തിരി ക്രിസ്പി ആയിട്ടൊന്നും വന്നില്ല കേട്ടോ. എനിക്കൊരു പേടിയായിപ്പോയി, നമ്മൾ പിന്നെ ഒത്തിരി അങ്ങനെ ചേർത്തിട്ട് എന്തെങ്കിലും ആവുമോ എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ചേർത്തണം, അതേ ഉള്ളൂ. എനിക്ക് എന്നിട്ടൊരു വെപ്രാളമായിരുന്നു, ഇത് ചേർക്കണേന്ന്. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ചേർത്താൽ കുറേയും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് ഞാനിതൊന്ന് ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യമേ ഇതൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടി ആയിട്ട് വരെ ഇത്തിരി സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് ആദ്യം ഇതങ്ങ് ചെയ്ത് വെക്കാമെന്ന് വെച്ച്. അപ്പം ഇതിലേക്ക് ഞാൻ ചേർക്കാനേ ഇച്ചിരി 1-2 വറ്റൽമുളകൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പം അല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തങ്ങ് അടപ്പത്ത് വെക്കത്തേ ഉള്ളൂ. അത് പിന്നെ ചെറിയ ഇങ്ങനെ തീയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വഴന്ന് വരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യാൻ ഇടുന്നത് ഈ ഉരുളിക്കകത്താണ്. ഒന്ന് നന്നായിട്ട് ചൂട് കയറി നമുക്ക് പെട്ടെന്ന് ആവുമല്ലേ. ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കടുകും ഇട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ചതച്ച വറ്റൽമുളകും അതൊന്ന് മൂത്തതിന് ശേഷം ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിൽ വലിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്, ചെറുതതുപോലെ. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെ കളറൊന്ന് പോകുന്നിടം വരെ ഇത്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ള കളർ മാറി ഒരു ഇച്ചിരി യെല്ലോ പോലൊന്ന് വരുമ്പം ആ സമയത്താണ് ഞാൻ മുഴുവനെയുള്ള ഒരു സവാളയും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും ആ സവാളയും കൂടെ ഇട്ടതൊന്ന് വാട്ടിയെടുക്കാമേ. ഒരെണ്ണം ഫുള്ളും ഒരു വലിയ സവാളയും അരമുറി. ഇതിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം അടച്ചൊക്കെ കൊടുക്കും. സ്റ്റാർട്ടിങ്ങിൽ അതൊന്ന് വാടി വരണ്ടേ, അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് മുരിച്ചെടുക്കും. ലാസ്റ്റ് മുരിച്ചെടുത്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം കൂടെ വീഡിയോ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയിൽ ഞാൻ എടുത്തെന്നുള്ളത് എനിക്കൊരു ഭയങ്കര എങ്ങനെ എടുത്തെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഒരു കൈ കൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് 1 മണിയാകുമ്പോഴത്തേനും എനിക്ക് വെപ്രാളത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി സമയം നോക്കും, എത്ര മണിയായെന്ന്. അപ്പോൾ രാവിലെ എണീറ്റ് അരിയൊക്കെ അങ്ങ് അടപ്പത്തങ്ങിട്ട്. അപ്പം ഞാൻ പിന്നെ അവർക്ക് ഈ മത്തങ്ങ ഇതുകൂടെ ഇഷ്ടമായതുകൊണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ മോരുകറിയോ സാമ്പാറോ ഉണ്ടാക്കാം. ഇങ്ങനെ ഞാൻ ഇന്നതൊക്കെ കറികളാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ലിസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രസം, സാമ്പാർ, മോര്, ഈ മത്തങ്ങയും പരിപ്പും കൂടെ. അപ്പോൾ അന്ന് പറഞ്ഞത് മത്തങ്ങയും പയറും കൂടെ മതിയെന്ന്. പിന്നെ എക്സ്ട്രാ അവർക്കൊരു അവിയൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഈച്ച ശല്യം കൊണ്ട് ഞാൻ സോപ്പൊട്ടിക്കകത്ത് സോപ്പ് വെച്ചിട്ട് ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഗ്യാസിൻ്റെ അവിടെ ഇരിക്കുന്നത്. ആ ജനൽ ഇച്ചിരിയാണെന്ന് തുറന്ന്, കാരണം അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ വയ്യ. അന്നേരം ആ ജനലിൻ്റെ അവിടെ കൂടെ ഇത് വെച്ചേക്കുമ്പം ജനലിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കയറി വരത്തില്ല. മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നായിരുന്നു. പിന്നെ അതൊന്ന് ഉടച്ചിട്ട് പിന്നെ തേങ്ങ ഒരു മുറിയും കുറച്ചുകൂടെ തേങ്ങ, അതിൻ്റെ അകത്ത് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അരച്ചതിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കടുക് വറുക്കാൻ നേരം കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തിടാനായിട്ട്. അന്നത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു. നമ്മളീ തുടങ്ങി ഈ വി ഫാസ്റ്റ് എന്നും പറഞ്ഞുണ്ട്. പിന്നെ അങ്ങനെ പല ഇതിൻ്റെ ഉണ്ട്, ഈ കമ്പനിയുടെ ഇതുണ്ട്. അപ്പം ഈ ഏരിയ വൈസ് ഡിസ്റ്റൻസ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ്. ഞാൻ പിന്നെ ഇന്നലെ തോരൻ വയ്ക്കാനുള്ളത് അരിഞ്ഞു വെച്ചു. പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങൾ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞില്ല, ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട്. ഉരുളൻകിഴങ്ങൊന്നും
തൊലി കളഞ്ഞില്ല. അല്ലാത്ത ഉരുളക്കിഴങ്ങും ടൊമാറ്റോയൊന്നും സവാളയും പിന്നെ തൊലി കളഞ്ഞില്ല. ബാക്കിയെല്ലാം അതിൻ്റെ വാലും ഞെട്ടുമൊക്കെ കളഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച്. പിന്നെ രാവിലെയാണ് അതെല്ലാം അരിഞ്ഞത്. അങ്ങനെ ഞാനാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അന്ന് പച്ചക്കറി വാങ്ങിച്ചോണ്ടേ അവിടെ നമ്മുടെ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു. അപ്പം ഇപ്പം വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും മുരിങ്ങക്ക ഇല്ലാതെ. അപ്പോൾ വേറെ കൊടുക്കുന്നതുകൊണ്ട് മുരിങ്ങക്ക അവിയലിലൊക്കെ ഇതല്ലേ മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞ്, റീച്ചാൻ അന്നങ്ങ് ഓഫീസിൽ പോയായിരുന്നു. റീച്ചാണ്ട് ഞാൻ പറഞ്ഞു ജിയോ മാർട്ടിൽ നിന്നൊരു 2 ഒത്തിരി വേണ്ട, ആദ്യമായാലും ഇവിടെ വെച്ചിരുന്ന് വേറൊന്നിനും ഞാൻ ഇടുന്നില്ലല്ലേ, 2 എണ്ണം ഒന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. 2 എണ്ണം 20 രൂപ. അതോ ഞാൻ സാധാരണ ചിന്തിക്കുന്നത് ഈ മുറ്റിയതാവുമ്പം വില കുറവായിരിക്കുന്നു. ഒന്ന് ഇച്ചിരി മുറ്റിയതായിരുന്നു, ഒന്ന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ കൊച്ചു ചേമ്പുണ്ടല്ലേ, കുഞ്ഞൻ ചേമ്പ്, നമ്മുടെ താഴെ പച്ചക്കറിക്കാരനുണ്ടായിരുന്നു, അങ്ങാടെ നിന്ന് ഞാൻ പോയി കുഞ്ഞൻ ചേമ്പ് വാങ്ങിച്ച്. പിന്നെ ഏത്തക്ക ഇല്ലായിരുന്നു, കറിക്കായായിരുന്നു, കറിക്കായ മെയിനിട്ടത്. അപ്പം ഞാൻ കഷ്ണങ്ങളിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട്, ഇപ്പം ഈ മുകളിലിടുമ്പോഴല്ലേ എല്ലാവരും പറയുന്നത് ഈ കറിവേപ്പിലയൊക്കെ ഇലയൊക്കെ ഇട്ടാൽ വിസിലിൻ്റെ അടിയിൽ കയറുമെന്ന്, അത് പിന്നെ ബ്ലോക്കായി പോകുന്നു. അപ്പം ഞാൻ കറിവേപ്പില മിഡിലിട്ടിട്ട് വീണ്ടും പച്ചക്കറിയൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ റേച്ചാൻ പോയി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടേ അതിൻ്റെ അകത്ത് കോളിഫ്ലവറും കാണും. അപ്പം ഞാൻ അതും അവിയൽ അപ്പം നിങ്ങൾ കോളിഫ്ലവർ ആരവിയലിൽ ചേർക്കുമെന്ന്. ഇവിടെ ഞാനങ്ങ് ചേർക്കും കേട്ടോ, കാരണം അതെല്ലാം കൂടെ അടിച്ച് അവിയലാകുമ്പം ഇവൻ കൊച്ചുങ്ങളെ വയറ്റി ചെന്നോട്ടെന്നുള്ള അർത്ഥത്തിൽ ഞാനങ്ങ് ചെയ്യും. ഞാനങ്ങനെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് അടിയിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലൊരു വിസിലടിച്ച് ഞാനങ്ങ് കുഴച്ചല്ല എടുത്തത് കേട്ടോ. ഇവിടെ എടുക്കുന്നതിൻ്റെ അത്രയും ചാറിലെടുത്തില്ല, എന്നാലും ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്. പക്ഷേ അത് വൈകുന്നേരം ഇവിടെ ഞാൻ ബാക്കി നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടല്ലേ, വൈകുന്നേരമാണ് അതങ്ങ് നല്ല തിക്കായായിരുന്നു. അപ്പം ഞാൻ ഇതിലൊരു ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച്, പിന്നെ ഒരു പേടി അടിക്കെങ്ങാനും പിടിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു 1/4 ഗ്ലാസ് കൂടെ ഒഴിച്ച്. അപ്പം മുരിങ്ങയ്ക്ക ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടില്ല. മുരിങ്ങയ്ക്ക ഞാൻ നമ്മുടെ മെഴുക്കുവരട്ടി വെച്ചിട്ട് ഉരുളി ഞാൻ കഴുകി ഇങ്ങെടുത്തേ. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ഉരുളിക്കകത്ത് ഞാൻ മുരിങ്ങയ്ക്ക ചിലത് 2ആയിട്ട് അങ്ങ് സെപ്പറേറ്റ് പൊളത്തിയെടുത്തു, ചിലത് ഞാൻ എൻഡ് വരെ കീറിയിട്ട് അങ്ങനെ അങ്ങിട്ട്, അന്നേരം അകത്ത് മസാലയൊക്കെ കയറി പിടിച്ചോളും. ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് അതിൽ നമ്മൾ കുക്കറിൽ വേവിച്ച് പച്ചക്കറിയും കൂടി ഇടുക. അപ്പം അല്ലാതെ കുക്കറിലിട്ട് മറ്റേ പച്ചക്കറിയുടെ കൂടെ വിസിലടിക്കുകയാണെങ്കിൽ ഇതങ്ങ് വെന്തങ്ങ് മൊത്തത്തിൽ നാര് പോലെ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത്, ഇതിനധികം വേവില്ലല്ലോ, ഒന്ന് ആവി കയറിയാൽ മതിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഈ കഷ്ണങ്ങളൂടെ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വെന്തോളും. അപ്പോൾ ഈ കഷ്ണങ്ങളൂടെ ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി കഷ്ണങ്ങൾ ഒത്തിരി അങ്ങ് പുരട്ടിയല്ല ഞാൻ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ്, 1 തേങ്ങ എടുത്തേ, 1 തേങ്ങയും അതിൻ്റെ അകത്ത് ജീരകം, വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, എന്നിട്ട് അതൊന്ന് ഇളക്കി അവിടെ ഒന്ന് ചെറിയ തീയിലിട്ടേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കഷ്ണങ്ങളിലൊക്കെ അതൊന്ന് കയറി പിടിക്കും. എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുഡ് സപ്ലൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. റീച്ചാനാണ് എന്നെ അനുവദിക്കാത്ത. കാരണം റീച്ചാൻ പറയുന്നത് ഒന്നാമത് നിനക്ക് വയ്യ, പിന്നെ ഇതുകൂടെ എന്തിനാ. അപ്പോൾ ഞാൻ പറഞ്ഞ റീച്ചാ, ഉള്ള ആരോഗ്യം നമ്മളിങ്ങനെ വയ്യാന്നും പറഞ്ഞിരുന്നാൽ വീണ്ടും നമ്മളങ്ങ് വയ്യാന്നും പറഞ്ഞിരിക്കും. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുമ്പോൾ നമ്മളൊരു ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അയ്യോ എനിക്ക് രോഗമാണേന്ന്. എനിക്കില്ലാത്ത രോഗമൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് പറയുവാണെങ്കിൽ. പക്ഷേ ഞാൻ ഒന്നും എനിക്ക് വയ്യാന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇരിക്കത്തില്ല. എനിക്കിപ്പോൾ ഇത്തിരി എന്തെങ്കിലും എനിക്കൊരു ഫൈനാൻഷ്യലി എനിക്കൊരു കുഞ്ഞ് കട പോലിടുക എൻ്റെ ഒരു കുറേ നാൾ കൊണ്ടുള്ളൊരു ആഗ്രഹമാണ്. ഇട്ടിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കേരളീയ ഇഡലി, സാമ്പാർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് റീച്ചാൻ കൈകൂപ്പി പറയും, അയ്യോ വേണ്ടേ എന്ന് പറയും. ഞാൻ റീച്ച അങ്ങനെ കളിയാക്കാതെ റീച്ച, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ റീച്ച, ഈ പൊതിച്ചോറുണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്ക്. ഞാൻ റീച്ചാൻ പറഞ്ഞ് നിന്നെയും കൊണ്ട് പറ്റത്തില്ല, നീ എന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഡെയിലി വേണ്ട, നമുക്ക് ഒക്കുന്ന സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കങ്ങ് ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കുക്കിങ്ങിനോട് എനിക്ക് ഒത്തിരി ഭയങ്കര പണ്ടോട്ടേ ഉള്ളൊരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവിയലിന് ലാസ്റ്റിൽ
ഇത്തിരി കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് തോരൻ. അപ്പോഴത്തേക്കിനും എല്ലാം റെഡിയായി. ഒരു 12 മണി ആയപ്പോഴത്തേക്കിനും എൻ്റെ മുക്കാലും. പിന്നെ ഈ പൊതി കെട്ടുന്നതാണ് അടുത്തത്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് റീച്ചാൽ ഇങ്ങനെ ഈ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലേ, കറുത്ത, അതുപോലുള്ള വലിയതിൻ്റെ അകത്ത് ചോറെടുക്കാം, കറി ഫോയിൽ കവറിൻ്റെ അകത്ത് കൊടുക്കാമെന്നാണ് ചിന്തിച്ചത്. പിന്നെ ഞാൻ നോക്കിയാണ് ഞാൻ ചിന്തിച്ചെന്നാൽ നമ്മുടെ കെറ്റിലുണ്ടല്ലേ അതിൻ്റെ അകത്ത് തന്നെ എല്ലാം അങ്ങ് എടുക്കാമെന്ന് വെച്ച്. തോരൻ കാബേജും ക്യാരറ്റും കൂടാ. അപ്പോൾ തോരനും ഞാൻ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്. സവാളയും എല്ലാം ഒന്ന് വഴറ്റി അതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചിയൊക്കെ എടുത്ത് ഇനി തോരനൂടെ ഒന്ന് റെഡിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാൽക്കണിയിലോട്ടൊന്ന് പോയി നോക്കിയത്. ഈ മഴ കാരണം അതുപോലുള്ള മഴയായിരുന്നു. ആ മഴ സമയത്ത് ഉള്ള വീഡിയോ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാൽക്കണിയിൽ പോയി എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയത് അവിടെ. എന്നാലും മഴ നനയും, എന്നാലും എല്ലാം കൂടെ കഴുകി അടുക്കള ഇങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരം വെള്ളം തോരട്ടെന്ന് പറഞ്ഞ് അവിടോട്ട് വേണം. അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് ചെന്നുണ്ടേ ഞങ്ങളുടെ ഗാർഡനെല്ലാം ഞാൻ നോക്കണ്ടേ വെള്ളം കെട്ടി ഇങ്ങനെ കിടക്കുക. വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് താഴത്തില്ലല്ലോ. നല്ല മഴയാണ്. രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവിടെ എല്ലാം വെള്ളം ബ്ലോക്കായിട്ട് കിടക്കുക. ഈ കട്ടറിൻ്റെ ഇതെല്ലാം ഊരി ഇളക്കിയിട്ടേക്കുക. ഗാർഡൻ മൊത്തം വെള്ളം കയറി കിടക്കുക. എന്നാലും സെപ്റ്റോക്കാരും അങ്ങനെയുള്ളവരൊക്കെ റെയിൻകോട്ട് ഇട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. അപ്പം കൂടുതലും വെള്ളം ഇങ്ങ് വന്ന് കയറാൻ കാര്യം മുനിസിപ്പാലിറ്റിക്കാർ ഇന്നാളെ വന്ന് ഈ ഗാർഡനിലെ അല്ല, ഞങ്ങളുടെ സൊസൈറ്റിയുടെ ആ സൈഡിൽ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ലെവൽ ചെയ്തില്ല. അപ്പോൾ എല്ലാം കോൺക്രീറ്റ് ചെയ്തേക്കില്ലേ. അപ്പോൾ അവിടെയും വെള്ളം താഴാൻ ചാൻസില്ല. അപ്പോൾ ആ വെള്ളമെല്ലാം ഒഴുകി ഇങ്ങോട്ട് ഈ ഗട്ടറിൻ്റെ അവിടോട്ട് വന്ന് അതാണ് ഗട്ടർ നിറയാൻ കാര്യം. അല്ലെങ്കിൽ അവിടെ ഈ കോൺക്രീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വെള്ളം അങ്ങ് താഴത്തേ ഉള്ളായിരുന്നു. അന്നേരം ഞാൻ ചോറ് ആ ഹോട്ടലിലെ അങ്ങനെ കൊടുക്കുന്ന ആ ഡബ്ബയില 1 ലിറ്ററിൻ്റെ ഡബ്ബ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ചോറ് കൊടുത്തു. പിന്നെ കറി ആ അടിയിലത്തെ ഒരു വലിയ പാത്രമുണ്ട് അതിൻ്റെ അകത്ത് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അപ്പം പ്രീസമോന് വിശക്കുന്ന അവനന്നേരം ഇതിൻ്റെ അകത്ത് മതി, അങ്ങനെ അവനുള്ള ഇത് കൊടുക്കട്ടെ. കറക്റ്റ് 1 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്കിനും എൻ്റെ എല്ലാം റെഡിയായി. എനിക്ക് വെപ്രാളമായിരുന്നു, ശരിയാവുമോ എല്ലാം റെഡിയാവുമോ എന്ന്. എന്തോ അന്നേരം ദൈവം സഹായിച്ചെല്ലാം ഭംഗി. പിന്നെ വൈകുന്നേരം രാത്രി ആയണേ കാലിന് നല്ല വേദനയായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ച് എനിക്ക് ഇവിടെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കത്തേ ഇല്ല. 2000 അതിൻ്റെ പുറത്തെങ്ങാണ്ടായിരുന്നു വാങ്ങിച്ചാൽ കഴിഞ്ഞ്. അവിയൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയായിരുന്നു. അപ്പം കൊച്ചെൻ്റെ കാലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് രാത്രിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്തു വന്നു. അവൻ ആദ്യം ചെയ്യുന്നതൊന്നും അവൻ അറിഞ്ഞേ ഇല്ല. റേച്ചാൻ ഇപ്പുറത്ത് നിന്ന് എടുത്തതാണ്. ലാസ്റ്റിൽ എനിക്ക് ഇവൻ്റെ ഇരിപ്പ് കാണാതെ എനിക്ക് ചിരി വന്നു. അങ്ങനെ അവൻ അറിഞ്ഞതാണ്. അതെല്ലാം മൊത്തത്തിൽ നമ്മുടെ ഈ നെർവിന് ഇങ്ങോട്ട് നമുക്ക് പ്രസ് ചെയ്യാം. എൻ്റെ ആ ഒരു തള്ളവിരൽ ഭയങ്കര സൂചി കുത്തുന്ന പോലെ ഒരു വേദനയായിരുന്നു. അതിൽ തന്നെ കൂടുതലും അങ്ങ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.